Watch full episodes on Jio Hotstar. ഒച്ച വെക്കല്ലേ, ഒച്ച വെച്ച് ആളെ കൂട്ടല്ലേ, കാരണം മോഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ബബിൾ കം കള്ളൻ. ടക്ക് ചിക്ക് ടാ ടാ ടാ. എടോ ആരോടോ താൻ? ബൈ ബൈ. അയ്യോ എന്റെ സാധനങ്ങള് കംപ്ലീറ്റ് മോഷണം പോയേ. ചിങ്കം സാറേ, മോട്ടു പത്ലു. അയ്യോ, ആരെ ഈ ബബിൾ കോതിട്ട് മോതിരിട്ടിരിക്കുന്നത്? കണ്ണു കാണാമല്ലോ. ശബ്ദമുണ്ടാക്കല്ലേ, ഒച്ച വെച്ച് ആളെ കൂട്ടല്ലേ, കാരണം മോഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു ബബിൾ കം കള്ളൻ. ബൈ ബൈ. വീണ്ടും ഒരു തവണ കൂടി വളരെ താല്പര്യമുള്ള വാർത്തകൾ കേൾക്കൂ. അടുത്തുള്ള നഗരങ്ങളിൽ കളവ് നടത്തിയിരുന്ന ബബിൾ കം കള്ളൻ ഇപ്പോൾ ഇതാ ഫുർഫുരി നഗരത്തിലും എത്തിയിരിക്കുന്നു. CID ഈ കള്ളന് വേണ്ടിയുള്ള തിരച്ചിലാണ്. കമ്മീഷണർ ബബിൾ കാമിനെ കുടുക്കിയിട്ട് ഞാൻ പുറത്ത് മോഷ്ടിച്ചു കൊണ്ടേയിരിക്കും. ആര്? പിസയാണോ? ഹലോ, ഐ എം CID ഓഫീസർ മിസ്റ്റർ DK. അയ്യോ ദൈവമേ, CIDയോ? ഇന്നലെ എവിടെ വന്നേ? ഒരു ഇൻഫോർമറിന്റെ അടുത്ത് ഇൻഫർമേഷൻ വന്നിരുന്നു ആ ബബിൾ കം കള്ളൻ നിങ്ങളാണെന്ന്. സോറി, ഡോണ്ട് മൈൻഡ് കമ്മീഷണർ ബബിൾ കം. നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യാനുള്ള വാറന്റിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അയ്യോ എന്റെ ദൈവമേ, കമ്മീഷണർ ബബിൾ ഗമ്മോ കള്ളനാണെന്നോ? ആരാ പറഞ്ഞത്? നോക്കിയേ, ഞങ്ങൾക്ക് വന്ന ഇൻഫർമേഷൻ ശരിയായ ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ ബബിൾ കം കഴിക്കോ? ഒരിക്കലും ഇല്ല. പക്ഷേ എന്റെ പേര് ബബിൾ ഗം എന്നാ, അതുകൊണ്ടാ. പക്ഷെ ഞാൻ ഇതുവരെ ബബിൾ ഗമ്മിന്റെ കൈ കൊണ്ട് തൊട്ടിട്ട് പോലും ഇല്ല. Is this your room? Yes. Please come. എല്ലാ സ്ഥലത്തും നല്ലോണം തെരഞ്ഞു നോക്ക്. ചെയ്തോ. പക്ഷെ നിങ്ങൾക്ക് ഒന്നും കിട്ടൂല. കാരണം നിങ്ങൾക്കാരോ തെറ്റായ ഇൻഫർമേഷൻ തന്നതാ. ഇവിടെ ഒരുപാട് ബബിൾ കം റാപ്പേഴ്സ് ഉണ്ടല്ലോ. എന്ത് ബബിൾ ഗം റാപ്പറോ? ഇവിടെയുണ്ടല്ലോ. അയ്യോ ദൈവമേ, ഇവിടെയുണ്ടല്ലോ. ഡസ്റ്റ്ബിനിലുണ്ട്. ഇത്രയധികം റാപ്പേഴ്സ് എവിടുന്നാ വന്നത്? യൂണിഫോമിലുണ്ട്. You are under arrest. അയ്യോ ദൈവമേ, ഇത് കള്ളമാണ്. എന്റെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യൂ. അത് ഞങ്ങളുടെ ടീം വിളിച്ചോളാം. അയ്യോ ഞാൻ കള്ളനല്ല. എങ്ങനെ കുടുക്കി കണ്ടില്ലേ? ഫൈനലി ബബിൾ കം കള്ളനെ അറസ്റ്റ് ചെയ്തു. അയ്യോ അച്ഛാ, ഇത് എങ്ങനെയാ സംഭവിച്ചത്? അവസാനം സാറിന് ജയിലിലായി. വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ. ചിങ്കം സാറേ, ബബിൾ കം സാറേ, നിങ്ങൾ രണ്ടുപേരും ലോക്കപ്പിന്റെ ഉള്ളിലാ? രണ്ടുപേരും ചേർന്ന് മോഷ്ടിക്കുകയായിരുന്നു. ഇവരുടെ ഗാംഗിൽ ഇനിയും ഒരുപാട് ആളുകളുണ്ട്. അവരെയും അറസ്റ്റ് ചെയ്യണം. ഇദ്ദേഹം കമ്മീഷണർ ആയിട്ടും മോഷ്ടിച്ചിരിക്കുകയാണ്. കള്ളൻ വീടിന്റെ അകത്ത് ഉണ്ടായിട്ട് പോലും സ്വന്തം മോനെ അതുകൊണ്ട് മറച്ചു വെച്ചു. രണ്ടുപേരും കള്ളന്മാരാണ്. അല്ല നിങ്ങളാരാ? അവരുടെ കൂട്ടുകാരാണോ?
അതെ, ഞങ്ങൾ അവരുടെ അടുത്ത സുഹൃത്തുക്കളാ. ഞങ്ങൾ ഒരിക്കലും വേർപിരിഞ്ഞിരിക്കുകയില്ല. രാത്രിയായാലും പകലായാലും ഞങ്ങൾ എപ്പോഴും വേർപിരിയാത്ത കൂട്ടുകാരായിരിക്കും. എന്റെ മോട്ടോ നീ ഒന്ന് നിർത്ത. വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കാ നീ. എന്റെ സാറേ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. സോ ഫൈനലി എല്ലാ ഗാംഗിനെയും പിടിച്ചു. മോഷ്ടിച്ച സാധനങ്ങളെല്ലാം എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് പറയൂ. സാറേ സാറേ ഞങ്ങള് കള്ളന്മാരല്ല. ബബിൾക്കം സാറും ചിങ്കം സാറും കള്ളന്മാരല്ല. സാറേ നിങ്ങൾക്ക് എന്തോ തെറ്റായ ഇൻഫർമേഷൻ കിട്ടിയെന്നാ തോന്നുന്നേ. ഞങ്ങൾ കള്ളന്മാരല്ല. ഞങ്ങൾക്ക് ഒരേ ഒരു ദിവസം പുറത്തു പോകാനുള്ള പെർമിഷൻ തരൂ. ഉറപ്പായിട്ടും കള്ളനെ പിടിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താം. അതെ അതെ സർ. ഓക്കെ സർ. ശരി സർ. എന്റെ സാറേ ഒന്നിങ്ങോട്ട് വന്നേ പ്ലീസ്. മന്ത്രിയുടെ ഫോണായിരുന്നു. ഇവരൊക്കെ നല്ലവരാ. ഇവരെ കൊണ്ട് കളവ് ചെയ്യാനേ പറ്റില്ല. ഇപ്പൊ എന്താ ചെയ്യാ? ഇവരെ നമ്മൾ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് മോശമാവും. ഇവരെ നമുക്ക് ഓടാൻ സമ്മതിക്കാം. ഇവരിവിടുന്ന് രക്ഷപ്പെട്ട ഇവര് തന്നെ കള്ളനെ പിടിച്ചോളും. നല്ല ഐഡിയ ആണ് സർ. ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. അതിനുള്ളിൽ തീരുമാനിച്ചേക്കണം. ചെയ്ത എല്ലാ തെറ്റും സമ്മതിക്കണം. മനസ്സിലായോ? ഓഫീസറെ വാ, നീയും ചായ കുടിക്കാൻ വാ. ദേ ഞാൻ പുറകെ തന്നെ ഉണ്ട് സർ. എന്റെ അമ്മോ, ലോക്കപ്പിന്റെ കീ കാർഡ് അവിടെ തന്നെ വെച്ചിട്ടുണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. അതെടുത്തോണ്ട് ഇപ്പൊ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാം. എന്നിട്ട് ശരിക്കുള്ള കള്ളനെ കണ്ടുപിടിച്ച് നമ്മൾ കള്ളന്മാരെല്ലാം നിരപരാധിയാണെന്ന് അവർക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കാം. വി ആർ ഇന്നോസെന്റ്. ചിങ്കം സാർ പറയുന്നത് ശരിയാണ് മോട്ടു. നമുക്ക് ഇവിടുന്ന് പോകാം. വേണ്ട, നമ്മൾ അങ്ങനെയൊന്നും പോകാൻ പാടില്ല. പെർമിഷൻ വാങ്ങിയതിന് ശേഷം നമുക്ക് പോയാൽ മതി. എന്താ താൻ പറയണേ? ഇങ്ങനൊരു അവസരം നമുക്ക് ഇനി കിട്ടില്ല. വരൂ, നമുക്ക് രക്ഷപ്പെടാം. പറ്റില്ല പറ്റില്ല പറ്റില്ല. പെർമിഷൻ വാങ്ങിക്കാതെ ഞാൻ ഇവിടെ വിട്ട് പുറത്തു പോകുന്ന പ്രശ്നമില്ല. അല്ല, ഇത്രയും നല്ല ചാൻസ് കിട്ടിയിട്ടും ഇവരെന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്? എന്തു പറ്റി? നിങ്ങളെന്താ രക്ഷപ്പെടാത്തെ? ഇല്ല, നിങ്ങൾ ഇതുവരെ ആയിട്ട് ഞങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടില്ലല്ലോ. പെർമിഷൻ തന്നാൽ മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. ഒരു പ്രശ്നവുമില്ല, ഇപ്പൊ തന്നെ പെർമിഷൻ തന്നേക്കാം. ഇവരെ വിട്ടേക്ക്. അപ്പൊ ഞങ്ങൾക്ക് പോകാം അല്ലേ സാർ? ഒന്ന് പോകുന്നുണ്ടോ? റിപ്പോർട്ടർ താസ്കിയുടെ ബ്രേക്കിംഗ് ന്യൂസ്. CID ഓഫീസർ DK, മോട്ടു, പത്ലു, സിംഗം പിന്നെ മിസ്റ്റർ ബബിൾ ഗമ്മും കള്ളന്മാരാണെന്നുള്ള സംശയത്തിൽ പിടിക്കപ്പെട്ടു. അവർ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. CID ഓഫീസർ DKയുടെ തലവേദന ഇപ്പോൾ കൂടിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ലോക്കപ്പിൽ നിന്ന് മോട്ടുവും പത്ലുവും രക്ഷപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇന്റർനാഷണൽ ബബിൾ ഗം എക്സിബിഷൻ ക്യാൻസൽ ആയിരിക്കുകയാണ്. എന്ത് ക്യാൻസൽ ചെയ്തു വന്നോ? പല വർഷങ്ങൾക്ക് ശേഷം ഇന്റർനാഷണൽ ബബിൾ ഗം എക്സിബിഷന് ഒരു അവസരം കിട്ടിയതാണ്. ഇപ്പൊ കള്ളന്മാർ വരുമെന്ന് പേടിയില് ഇത് ക്യാൻസൽ ചെയ്തല്ലോ. അതെ, ഞങ്ങളുടെ കുട്ടികൾ എന്ത് സന്തോഷമായിരിക്കും. ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ബബിൾ ഗം കഴിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ അവരുടെ അടുത്തുനിന്ന് ആ സന്തോഷം തട്ടിപ്പറിക്കാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ എക്സിബിഷൻ ക്യാൻസൽ ചെയ്യാൻ പാടില്ല. എല്ലാരും സമാധാനിക്കേ. ഞാൻ പെർമിഷൻ തരാം. പക്ഷെ നിങ്ങൾ എല്ലാവരും അലർട്ട് ആയിരിക്കണം. കാരണം കള്ളൻ അവിടേക്ക് വന്നേക്കും. ഓക്കെ? ഇന്റർനാഷണൽ ബബിൾ ഗം എക്സിബിഷൻ സൗണ്ട്സ് യമ്മി. ബബിൾ ഗം എവിടെയുണ്ടോ അവിടെയുണ്ടാവും ബബിൾ ഗം കള്ളൻ. അല്ല, ഇവിടെ സെക്യൂരിറ്റി അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. അല്ല, ഇവിടെയും കാര്യമാണല്ലോ. ഇവിടെ മുഴുവനും ഒന്നുമില്ലല്ലോ. അപ്പൊ ഈ ഞാൻ എന്താ മോഷ്ടിക്കുക? അവസാനം ഈ ടെന്റ് ബാക്കിയുള്ളൂ. അതിലും പോയി നോക്കിയേക്കാം. ഈ ടെന്റും കാലിയാണല്ലോ. ഇവിടെ എന്താണ് നടക്കുന്നത്? ഈ ബബിൾ ഗംസ് എവിടെയാണ്? നേരെ വന്ന് ഞങ്ങളുടെ കെണി പെട്ടല്ലേ. ഈ സ്ഥലത്ത് ഇന്റർനാഷണൽ ബബിൾ ഗം എക്സിബിഷൻ ഒന്നും നടക്കുന്നില്ല. നിന്നെ പിടിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. അപ്പൊ ഞങ്ങൾ നിനക്ക് തരാൻ പോകുന്ന പണി എന്താണെന്ന് നീ കണ്ടോ? ആരാണ് പണി തരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിയേക്കാം. മോട്ടോ, ഊതിക്കോ ഊതിക്കോ. എത്ര ബബിൾ ഗം വേണമെങ്കിലും വായിട്ട് ചവച്ച് ഊതിക്കോ.
പത്രം വെറും വയറ്റിലെ ബുദ്ധി വർക്കില്ലെന്ന് നിനക്കറിയില്ലേ? ചുമ്മാ നിൽക്കുന്നത് എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ. ഐഡിയ ചിങ്കം സാറേ, കോക്കനട്ട് ഫയർ നടത്തൂ. ചാർജ്. പിടിച്ചോ. മതി, ഇനി എന്നെ വിട്ടേക്ക്. ചെയ്ത തെറ്റ് മുഴുവനും ഞാൻ സമ്മതിച്ചേക്കാം. ഞാനാണ് കമ്മീഷണർ ബബിൾഗാമിന്റെ വീട്ടില് ബബിൾഗാം ഒളിച്ചു വെച്ച് ഞാൻ അദ്ദേഹത്തെ കുടുക്കിയത്. ഞാനാണ് എല്ലാ കാര്യവും ചെയ്തത്. നീ ഇപ്പൊ ജയിലിലേക്ക് വാ. അവിടെ ഇരുന്നുകൊണ്ട് ബബിൾഗാം ഓടിക്കുക. മോട്ടു ഇത് നോക്ക്. പേപ്പറിൽ ന്യൂസ് വന്നിരിക്കുന്നു. ഈജിപ്തിലെ മജീഷ്യന്റെ മാജിക്കൽ മീശ അദ്ദേഹത്തെ വിട്ട് പറന്നുപോയത്രേ. ഓടിപ്പോയിന്നോ? ആ മീശ ആരുടെ മുഖത്താണ് പോയി ഒട്ടുന്നത്, അയാള് ലോകത്തിലെ ഏറ്റവും വലിയ മജീഷ്യനായി മാറും അത്രേ. അങ്ങനെയാണെങ്കിൽ വാ. മോട്ടു എത്രയും പെട്ടെന്ന് ആ മീശ കണ്ടുപിടിച്ച് നമ്മുടെ മുഖത്ത് ഫിക്സ് ചെയ്യാം. ചാൻസേ ഇല്ല. നീ ഒരുപാട് ലേറ്റ് ചെയ്തു മോട്ടോ. മീശ ഇപ്പൊ ജോൺ ദി ഡോണിന്റെ മുഖത്തിൽ ഒട്ടിക്കഴിഞ്ഞു. അവരിപ്പൊ എന്റെ ഡോഗി ആയെന്നെ മാറ്റി. നിന്നെ അവൻ ഡോങ്കിയാക്കിയോ? കണ്ണിലെ പത്തില് ഈ ഡോങ്കി അവൻ ഡോങ്കിയാക്കി മാറ്റിയെന്ന്. ഡോങ്കിയോ? ഈ ഡോങ്കി എങ്ങനെയാ സംസാരിച്ചത്? ഡോങ്കി സംസാരിച്ചു. എങ്ങനെ സംസാരിച്ചു? എങ്ങനെയാണ് സംസാരിച്ചത്? അല്ല, അവൻ നിന്നെ ഡോങ്കി ആക്കിയെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ആരായിരുന്നു? ഞാനായിരുന്നു നമ്പർ 1. ഞാൻ രാവിലെ എണീറ്റു. അപ്പോ ആ ജോണിന്റെ മുഖത്തില് വളരെ അപകടം പിടിച്ച മീശയുണ്ടായിരുന്നു. ആ മീശ കണ്ടപ്പോ എനിക്ക് ചിരി വന്നു. ആ ജോണിന് ദേഷ്യം വന്ന് എന്നെ എങ്ങനെ മാറ്റിക്കളഞ്ഞു. നീ ഇതൊക്കെ ചുമ്മാ പറയുന്നതാ. അങ്ങനെയൊന്നും നടക്കില്ല. അങ്ങനെയൊന്നും നടക്കാനുള്ള ചാൻസേ ഇല്ല. അല്ല, ഇതെന്താ? പത്തിലു ആകാശത്തിൽ എന്താ ഈ നടക്കുന്നേ? ബോസ് വന്നാ തോന്നുന്നേ. പോയി ഒളിച്ചേക്ക്, ഒളിച്ചേക്ക്. എന്താ നിങ്ങൾക്ക് സുഖമല്ലേ? ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇനി എന്താ സംഭവിക്കാന്ന് അറിയില്ല. ഇനി സംഭവിക്കാൻ പോകുന്നതൊക്കെ ദേ എന്റെ കയ്യിലാ ഉള്ളത്. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. എന്റെ മോട്ടു പത്ലു എന്തിനാ പേടിക്കുന്നേ? ഈ ജോൺ എന്തോ തന്ത്രം മെനഞ്ഞോണ്ടാ വന്നിരിക്കുന്നേ. ഹലോ ചായക്കട ചേട്ടോ, തന്റെ വർത്തമാനം ഈയിടെ ഇച്ചിരി കൂടുന്നുണ്ട്. തന്നെ ഞാനേ ശരിയാക്കി തരാം. എന്റെ ആളെ വിട്ടേക്ക്. കിളി കിളിച്ചു. അയ്യോ, നമ്മുടെ ചായക്കടക്കാരൻ ചേട്ടൻ ഒരു ഗൊറില്ലയായി മാറിയല്ലോ. അയാളുടെ കാര്യം വിട്. അയാൾക്ക് ഇതാണ് നല്ല മാച്ചിങ്. നിങ്ങൾ രണ്ടുപേരും കേട്ടോ? രണ്ടുപേരും ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യണം, മനസ്സിലായ? അതൊന്നും പറ്റില്ല. ഞങ്ങൾ നിനക്ക് ഒരു പണി ചെയ്തു തരില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഞാൻ ഡോഗിയാക്കി മാറ്റട്ടെ. കാരണം എന്ത് ജോലി പറഞ്ഞാലും ഡോഗി റെഫ്യൂസ് ചെയ്യാതെ ചെയ്യൂ. എന്താ ചെയ്യേണ്ടത് പറ, ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ വാ എന്റെ വഴിക്ക്. നമുക്ക് ഇപ്പൊ പോവാം. ചെല്ലേ. ഇതാണ് മിസ്റ്റർ ലോൺലിയുടെ വീട്. പിന്നെ ഇതാണ് അദ്ദേഹത്തിന്റെ ടൈറ്റ് സെക്യൂരിറ്റി. ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ, ആ ലോൺലിയെ ഈ ഗാർഡ്സിനെയൊക്കെ മറികടന്ന് എന്റെ അടുത്തേക്ക് നടന്നു കൊണ്ടുവരണം, മനസ്സിലായ? എന്റെ മീശ അയാൾ കളിയാക്കി. അതുകൊണ്ട് അയാൾ ഇപ്പൊ വീട് വിട്ട് പുറത്ത് വരണം. പുറത്ത് വന്ന് അയാൾ എന്നോട് മാപ്പ് ചോദിക്കണം. പക്ഷേ
ഇവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. കോമ്പൗണ്ടിനകത്തും ഭൂമിയിലായിട്ടേ കുറെ ലാൻഡ് മൈൻസ് അവർ വെച്ചിരിക്കുക. അതൊക്കെ മറികടന്ന് വേണം നിങ്ങൾ അകത്ത് കിടക്കാൻ. പിടിച്ചോ, എന്റെ വക നിങ്ങൾ രണ്ടുപേർക്കും ഒരു ചെറിയ ലൈഫ് ലൈൻ. ഇപ്പൊ പെട്ടെന്നൊന്ന് അകത്ത് പോയാട്ടെ. പക്ഷെ നീ ഇപ്പൊ ഒരു മന്ത്രവാദിയായി മാറിയില്ലേ ജോൺ? നിനക്ക് തന്നെ ഇതൊക്കെ ചെയ്താ പോരെ? എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളെ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. ലാൻഡ് മൈൻസ് ഭൂമിക്ക് അടിയിലുമാണ്. അതുകൊണ്ട് എന്റെ മന്ത്രത്തെ ഉപയോഗിച്ച് അതിന് തടയാനാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഞാൻ പോവാൻ പറയുന്നത്. ഞങ്ങൾ എല്ലാരും അകത്താക്കാനാണോ അതോ മൊത്തത്തിൽ മുകളിലേക്ക് പറഞ്ഞു വിടാനാണോ നിന്റെ പ്ലാൻ? ഞങ്ങൾക്ക് എങ്ങനെയാ ലാൻഡ് മൈൻസ് കടന്നു പോകാൻ കഴിയും? കയ്യിലിരിക്കുന്ന ബോക്സ് തുറന്ന് അകത്ത് എന്തായിരിക്കും നോക്ക്. ഈ ഗ്ലാസസ് ഇട്ടാലേ നിങ്ങൾക്ക് ലാൻഡ് മൈൻസ് എവിടെയാന്ന് കാണാൻ കഴിയും. ആരവിടെ? നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? മോട്ടു പത്ലു നിങ്ങൾ പൊക്കോ, പെട്ടെന്ന് പൊക്കോ. ഞാൻ ഇവനെ ഡോഗിയാക്കി മാറ്റിയേക്കാം. നിങ്ങൾ വരുന്നവരെ ഇവന്റെ കൂടെ കളിച്ചോണ്ടിരിക്കാം. എടോ കടു തുറന്നല്ലേടോ വണ്ടി ഓടിക്കുന്നത്? തനിക്ക് ശരിക്കും കാർ ഓടിക്കാൻ അറിയില്ലേ? കണ്ടില്ലേ, ഇയാളെ ഞാൻ ഡോഗിയാക്കി മാറ്റി. എന്താ നിങ്ങൾക്ക് ഡോഗിയായി മാറണോ? പെട്ടെന്ന് ചെല്ലകത്ത്. നമുക്ക് പെട്ടെന്ന് ഓടി പോകാം. ഇല്ലെങ്കിൽ ഈ ജോൺ നമ്മൾ ഉറപ്പായിട്ട് ഒരു ഡോഗിയാക്കി മാറ്റിക്കളയും. മോട്ടു, ഈ സ്ഥലത്ത് ഒരുപാട് ലാൻഡ് മൈൻസ് ഉണ്ട്. ഇത് വളരെ അപകടം പിടിച്ചാണല്ലോ. അല്ല, ഇതെന്താ മോട്ടു, ഈ മൈൻസ് ഒക്കെ മൂവ് ആവുന്നുണ്ട്. എന്റെ അമ്മേ, ഈ ജോൺ നമ്മളെ ശരിക്കും കുടിക്കി കളഞ്ഞു. മോട്ടു, നിന്റെ വെയിറ്റ് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അയ്യോ, സൂക്ഷിച്ച്. അയ്യോ, നീ എന്തായി ചെയ്യുന്ന മോട്ടു? താഴെ മൈൻസ് ഉണ്ട് പത്തലു. അയ്യോ പത്തലു, നമ്മളിപ്പോ എന്താ ചെയ്യുക? അതെ, സൂക്ഷിച്ച്. രക്ഷപ്പെട്ടു. മോട്ടു, അങ്ങോട്ട് നോക്ക്. അയ്യോ പത്തലു, ഈ മൈൻസ് നമ്മുടെ 4 വാർഡ് വളഞ്ഞിരിക്കുകയാണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുക? എന്തെങ്കിലും ഒന്ന് ചെയ്യും പത്തലു. വെറും വയറ്റിൽ എന്നെ ബുദ്ധി വർക്കിയില്ല, നിനക്കറിയില്ലേ? ഓക്കെ മോട്ടു, ഇപ്പൊ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നീ എന്റെ കയ്യിൽ പിടിക്ക് മോട്ടു. ഈ ലാൻഡ് മൈൻസിനെ ചാടിക്കടന്ന് നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. അങ്ങോട്ട് നോക്ക് പത്തലു. എങ്ങനെയെങ്കിലും ഈ ആളെ നമുക്ക് കൺവിൻസ് ചെയ്ത് ജോണിനോട് മാപ്പ് പറയിപ്പിക്കണം. ഹലോ സാർ, ദിസ് ഈസ് മോട്ടു പത്തലു. സാറിന് സുഖം തന്നെയല്ലേ? ആരാ നിങ്ങൾ എങ്ങനെ അകത്ത് വന്നേ? ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ രക്ഷിക്കണം. ജോൺ ഞങ്ങളെ ഡോങ്കിയാക്കി മാറ്റിക്കളയും. ഇല്ലെങ്കിൽ ബോള് പോലാക്കി ഞങ്ങളായിട്ട് വോട്ട കറക്കും. ജോണാകാൻ പോകുന്നു ഡോൺ. എടാ ജോൺ, നീ എങ്ങനെയാണ് അകത്ത് വന്നത്? ഞാൻ നിങ്ങൾക്ക് സൺഗ്ലാസസ് തന്നില്ലേ? അതിന്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഇപ്പൊ അകത്ത് വന്നിരിക്കുന്നത്. പുറത്തിരിക്കുന്ന ഗാർഡ്സിനെ എന്റെ കമാൻഡ് ഫ്രണ്ട്സ് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. എന്റെ റോബോട്ട്സ് എനിക്ക് വഴി കാണിച്ചു തന്നു. എന്താ ജോൺ, നീ മനഃപൂർവ്വമല്ലാതെ ഇതൊക്കെ ഞങ്ങളെ കൂടി ചെയ്യിപ്പിച്ചത്? ഇതെന്താ ചായക്കടക്കാരൻ ചേട്ടൻ ഇവര് സപ്പോർട്ടാണോ? എന്താ ഇത്? നമ്പർ 1, നമ്പർ 2. ഇവൻ ശരിക്കും ഞങ്ങളെ പറ്റിച്ചു. പക്ഷെ അത് എങ്ങനെയാ? ഒരു മിനിറ്റ്. ആരൊക്കെയാണോ മൃഗങ്ങളായി മാറുന്നത്, ആ സമയത്ത് കാർ ആക്സിഡന്റ് ഉണ്ടാകും, അല്ലെങ്കിൽ കാർ എവിടെങ്കിലും ഇടിച്ച് വഴക്കുണ്ടാകും. നീ ആള് പുലിയ കേട്ടോ. ഇതെല്ലാം എന്റെ ഡ്രാമ തന്നെയാണ്. പേപ്പറിൽ മീശയുടെ ഞാൻ തന്നെയാ കൊടുത്തത്. മോട്ടു പത്ലു, ഈ ജോണിലെ നിങ്ങളുടെ സഹായം കൊണ്ടാണ് അകത്തേക്ക് വന്നത്.
അങ്ങ് കൂടുതൽ സംസാരിക്കല്ലേ. എടുക്ക് ആ ക്യൂബിന്റെ കൈത്താ എന്റെ അടുത്ത് തന്നേക്ക്. എന്നെ പറ്റിക്കാൻ നോക്കല്ലേ. അതിനല്ലേ ഈ വേൾഡിന്റെ ടോപ്പ് സീക്രട്ട് കോഡ്സ് ഒക്കെ ഉള്ളത്. അത് ശരി, അപ്പൊ നിങ്ങൾക്ക് കോഡ്സ് ആണ് വേണ്ടത്. ചെല്ല്, കോഡ്സ് അന്വേഷിക്കേ. ചെല്ല്, അന്വേഷിക്കേ. നിനക്ക് മനസ്സിലാകുക പോലുമില്ല ഏത് ക്യൂബിലാണ് കോഡ്സ് ഉള്ളതെന്ന്. ഓരോ ക്യൂബും എടുത്ത് ചെക്ക് ചെയ്യേണ്ടി വരും. മിസ്റ്റർ ലോൺലി, ഞാൻ എല്ലാത്തിനും തയ്യാറായിട്ട് തന്നെയാ വന്നിരിക്കുന്നേ. മനസ്സിലായ എന്റെ ഡോക്ടർ വൈറസ് കാണിക്കുന്ന നിങ്ങളുടെ കളി. ഇന്നാ പിടിച്ചോ ജോൺ. നമ്മുടെ മാഗ്നറ്റിക് ഗാഡ്ജറ്റ് ആ ക്യൂബിനെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ച് സ്കാൻ ചെയ്തിരുന്നു. അയ്യോ വേണ്ട, അങ്ങനെ ചെയ്യരുത് പ്ലീസ്. മോട്ടു പത്ലു, ഇവരെ തടയേ. ഞാൻ പിടിച്ചേ. എന്താണ് നടക്കുന്നത്? അയ്യോ പത്ലു, ഇന്നാ പിടിച്ചോ മാഗ്നറ്റ്. ആ ക്യൂബിനെ വലിച്ചെടുക്ക്. കയ്യിലുള്ള ക്യൂബ് വിട്ടേക്ക്. അത് പറ്റില്ല. എന്റെ വൈറസാറേ, മാഗ്നറ്റിന്റെ ശക്തി കൂട്ട്. മോട്ടു, നീ ധൈര്യം കൈവിടരുത്. പവറിനെ ഇൻക്രീസ് ചെയ്യ. ഫുള്ളാക്ക്. അയ്യോ എന്റെ കമ്പ്യൂട്ടേഴ്സ്. എന്തെങ്കിലും ഒന്ന് ചെയ്യേ. കൂട്ട് പവർ ഇനിയും കൂട്ട്. എന്റെ മോട്ടു എന്താ പറ്റിയേ? എഴുന്നേൽക്ക് മോട്ടു. എനിക്ക് കിട്ടിപ്പോയി. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. ഞാനാണ് ചിങ്കം സാറിനെ അലാർം അമർത്തി വിളിച്ചത്. താങ്ക് യു മോട്ടു. നിങ്ങൾ ഇത് എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ ക്യൂബ് തെറ്റായ കൈകളിൽ പോകാൻ സമ്മതിച്ചില്ല. ആൻഡ് അതുകൊണ്ട് സീക്രട്ട് കോഡ് നിങ്ങൾ കാരണം സുരക്ഷിതമാണ്. അങ്ങനെയൊക്കെ പോകാതെ ജോൺ, നിന്റെ ബീച്ചിയോടൊക്കെ കൊണ്ടുപോയിക്കോ. ജയിലിൽ ചെന്നിട്ട് ഇത് വെച്ച് നീ കുറെ മാജിക് ഒക്കെ ചെയ്യേ. തപ്പി പിടിച്ച് എന്തെങ്കിലും മാജിക് ഒക്കെ നടത്താമല്ലോ. Watch India's largest kids library only on Jio Hotstar. Download the app now.